stuff. We appreciate you being here. നമസ്കാരം. മലയാളി വാർത്താ ഹിഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്ന രണ്ട് നേതാക്കളാണല്ലോ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വെനിസ്വേലിയൻ പ്രസിഡന്റ് മുർദോയും. ഒരു പ്രസിഡന്റിനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്ന ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ വ്യവസായികളെ തട്ടിക്കൊണ്ടു പോകാറുണ്ട്, പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാറുണ്ട്, പിന്നെ വീട് കയറി ആക്രമിക്കാറുണ്ട്, കടകൾ കയറി ആക്രമിച്ച് തല്ലി തകർക്കാറുണ്ട്. നമ്മുടെ വരുതിക്ക് നിൽക്കയിൽ എന്തെങ്കിലും ഉടക്കുണ്ടായാൽ കയറി അടിക്കുന്ന സ്വഭാവം ഒരു ഒറ്റയാളിൽ തുടങ്ങി അതൊരു സമൂഹത്തിലെല്ലായിടത്തും, അങ്ങനെ രാജ്യത്തുമുണ്ട്. ഇപ്പം ഈ മുർദോ ഈ മെക്സിക്കോ, വെനിസ്വേല ഇങ്ങനെയുള്ള ലാറ്റിൻ അമേരിക്ക, ഈ കരീബിയൻ രാജ്യങ്ങളിലൊക്കെ ഈ മയക്കുമരുന്ന് കടത്തിന് പണ്ടേ പ്രസിദ്ധമാണ്. ലോകപ്രശസ്ത മയക്കുമരുന്ന് കച്ചവടക്കാരെല്ലാം ഈ നാടുകളിൽ നിന്നാണ്, തെക്കേ അമേരിക്കയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും. അപ്പം ഈ മുർദോ എന്ന് പറയുന്ന ലീഡർ ഈ മരുന്ന് കച്ചവടം തന്നെയല്ല, പിന്നെ എണ്ണക്കച്ചവടം തട്ടിയെടുക്കാറുണ്ട്. കപ്പലുകളിൽ നിന്ന് എണ്ണയും തട്ടിയെടുത്ത് അതിൻ്റെ കച്ചവടം നടത്താറുണ്ട്. പിന്നെ ഇയാളെ നിയന്ത്രിക്കുന്നത് ഇയാളുടെ ഭാര്യയാണ്. പിന്നെ ഭാര്യമാരെ നിയന്ത്രണത്തിലുള്ള പല ഭരണകർത്താക്കളും ലോകം ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. അവരൊക്കെ അവസാനം നാശത്തിലേ കലാശിച്ചിട്ടുള്ളൂ. എന്നുവെച്ചാൽ സ്ത്രീകൾക്ക് യാതൊരു ദാക്ഷിണ്യം കാണില്ല. അവർ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നിരിക്കണം. നമ്മുടെ ബൈബിളിൽ തന്നെ സ്നാപയോവന്നാൻ്റെ തലവെട്ടിയ കഥയുണ്ട്. അപ്പോൾ രാജാവിൻ്റെ പത്നിയുടെ അവിഹിത ബന്ധം കണ്ടുപിടിച്ചതിനെ പറ്റി സ്നാപയോവന്നാൻ സംസാരിച്ചു. അതുകൊണ്ട് ആ സ്ത്രീയുടെ പ്രതികാരമായിരുന്നു, രാജാവ് ഒരു ഇഷ്ടമുള്ള കാര്യം ചോദിച്ചോളാം പറഞ്ഞു, ഞാൻ സാധിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് സ്നാപയോവന്നാൻ്റെ തല ഒരു വെള്ളിപ്പാത്രത്തിൽ കൊണ്ടുവരണം. ഇത് ബേസിക്കലി ഫണ്ടമെൻ്റലി എല്ലാ സ്ത്രീകളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ ഈ ഭരണകർത്താക്കളെ പുറകിൽ നിന്ന് പിടിച്ചു വലിക്കുന്ന പല സ്ത്രീകളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് സ്വഭാവം എന്തുവാ? പുള്ളിയാണ് ഇന്ന് ലോകത്തിലെ പോലീസുകാരെന്ന് പറഞ്ഞത് തന്നെയല്ല, പുള്ളി ഒരു പേടിയുണ്ട്. താടിയുള്ള അച്ഛനെ പേടി വേണമെന്ന് പറഞ്ഞ കണക്കാണ് അമേരിക്കൻ പ്രസിഡന്റിന് പേടിയുണ്ട്. കാരണം അയാൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ അയാൾ പ്രവർത്തിക്കും. ഇപ്പോൾ ഇറാനിലെ ഖമേനിയോട് പറഞ്ഞു മര്യാദയ്ക്ക് നിൽക്കുന്ന ആണവ പദ്ധതികളൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ് കേട്ടില്ല, ഞങ്ങൾ ബോംബിട്ട് തകർക്കുമെന്ന് പറഞ്ഞ് തകർത്തു. ഖമേനി അനങ്ങിയോ? ഖമേനി പേടിച്ചിരിക്കുക. ഖമേനി തന്നെയാണോ പേടിച്ചത്? ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇപ്പം ട്രംപിനെ പേടിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അതാണ് 10-20ഓളം മുസ്ലിം രാജ്യങ്ങളെ ഒന്നിച്ചു ചേർത്താണ് ഇസ്രായേലും ഗാസയിലുള്ള ഹമാസുമായിട്ടുള്ള വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ച് അത് ഉടമ്പടിയിൽ ഒപ്പുവെക്കാനായിട്ട് 20-ൽ പരം രാജ്യങ്ങളിലെ മുസ്ലിം ഭരണാധികാരികൾ ഒത്തുചേർന്നു അവിടെ. അത് ലോകത്ത് ഇന്ന് വരെ ഒരു രാജ്യ തലവനും നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇത്രയും രാജ്യങ്ങളെ ഒന്നിച്ചു ചേർക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ പുറത്ത്. അത് സാധിച്ചെടുത്ത് എന്നാന്ന് വെച്ചാൽ ട്രംപിനെ പേടിയുള്ളതുകൊണ്ട്. ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ്റെ കോൺഫ്ലിക്റ്റ് യുദ്ധം എന്തുമായിരുന്നു? ട്രംപ് പറഞ്ഞപ്പോൾ നിർത്തിയില്ലേ? മോദി ഇവിടെ കിടന്ന് വാചടിക്കുന്നതുകൊണ്ട് ട്രംപ് പറഞ്ഞിട്ടല്ല നിർത്തിയെന്നൊക്കെ. ട്രംപ് പറഞ്ഞിട്ടാണ് നിർത്തിയെന്ന് വിവരമുള്ളവർക്കൊക്കെ അറിയാം. ട്രംപ് നിർത്താമെന്ന് പറഞ്ഞ് നിർത്തി. ഇപ്പോൾ തന്നെ ഈ തൈവാൻ്റെ അവിടെ ചൈന കിടന്ന് ഭയങ്കര പ്രകോപനമായിരുന്നു. യുദ്ധവിമാനങ്ങളും കപ്പലുകളും മിസൈലും റോക്കറ്റും ഒക്കെ വിക്ഷേപിച്ചു. ട്രംപിൻ്റെ അടുത്ത് ഇതിന് മുമ്പിൽ ഭരണാധികാരികളുടെ സമയത്താണ് നടന്നിരുന്നതെങ്കിൽ പറഞ്ഞാൽ ഇപ്പം ഇതാ ചൈന കയറി തൈവാനെ പിടിക്കാൻ പോകുന്നു മറ്റേതാ പറഞ്ഞു. ട്രംപിനോട് പറഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞു ഹൂ കെയേഴ്സ് അബൌട്ട് ഇറ്റ്. അതാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഈ ഒരു ഭരണകർത്താവിനും അല്ലെങ്കിൽ ഒരു ലീഡറിന് അല്ലെങ്കിൽ ഒരു ഭരണാധികാരിക്ക് അല്ലെങ്കിൽ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിന് വേണ്ടത്, ഏറ്റവും വേണ്ടത് ആത്മവിശ്വാസം. ഈ ആത്മവിശ്വാസം വരുന്നത് എവിടുന്ന? ഉത്തമ ബോധ്യത്തിൽ നിന്ന്, കൺവിക്ഷൻ. അപ്പോൾ കൺവിക്ഷൻ ഉണ്ട്. ട്രംപിന് ഒരു കാര്യം പറയുന്നതിന് കൺവിക്ഷൻ ഉണ്ട്. അയാൾ ഭരണത്തിൽ കയറുന്നതിന് മുമ്പ് പറഞ്ഞു ഈ വിദേശ രാജ്യങ്ങളിൽ അനധികൃതമായിട്ട് കുടിയേറുന്നവരൊക്കെ പുറത്താക്കണം. ഇത് 50 കൊല്ലം മുമ്പേ അമേരിക്ക ചെയ്യേണ്ടതായിരുന്നു. എന്നിരുന്നാൽ ഈ അവസ്ഥയിൽ എത്തുകയില്ലായിരുന്നു. അവിടെ ഒരു കോടിക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർ വരികയില്ലായിരുന്നു. ഇതേ ആറ്റിറ്റ്യൂഡ് അവിടുത്തെ എല്ലാ ഭരണകർത്താക്കൾക്കും ഉണ്ടായിരുന്നെങ്കിൽ അതില്ലാതെ പോയി. അതിന് ട്രംപ് ആദ്യം തൊട്ട് മുഴുവൻ അടിച്ചു വാരണം. ഒരു രാജ്യം, ഇപ്പം നമ്മുടെ രാജ്യത്ത് ബംഗ്ലാദേശിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ കിടക്കും.
അത് നമ്മൾ അനുഭവിച്ചിട്ട് അത് ഇവരൊക്കെ ക്രിയേറ്റ് പ്രോബ്ലംസ് സബ്സിക്വൻ്റ്ലി. ആഫ്റ്റർ 10 വർഷം 20 വർഷം 30 വർഷം കഴിഞ്ഞിട്ടായിരിക്കും പ്രോബ്ലം ഉണ്ടാകുന്നത്. ഇവരുടെ ആത്മാർത്ഥത, ഇവരുടെ മനസാക്ഷി എന്നും ഇവരുടെ ഒറിജിനൽ രാജ്യത്തോടെ കിടക്കും. അതുകൊണ്ടാണ് അവരുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വരുമ്പോൾ ഇവർ താമസിക്കുന്ന രാജ്യത്തിനെതിരെ തിരിയുന്നത്. അങ്ങനെയാണ് ഇസ്രായേലും ഹമാസ് ഈ പലസ്തീൻകാരുമായിട്ടുള്ള പ്രശ്നം വരുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെ ഭയങ്കര പ്രകടനങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇവിടുന്നൊക്കെ വന്നവരാണ് അവിടെയുള്ളത്. അപ്പം അവരുടെ ആ ഉള്ളിലിരിപ്പ് കിടക്കുന്ന വന്ന രാജ്യത്തോടായിരിക്കും. അപ്പം ഇങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ ഇവരെ അവിടെ സിറ്റിസൺഷിപ്പ് ആക്കുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ കുവൈറ്റിലും ദുബൈയിലും ഖത്തറിലൊക്കെ മലയാളികൾ പോകാൻ നേരിട്ട് 100 വർഷമായി. എത്ര പേർക്ക് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുണ്ട്? ആർക്കും കൊടുക്കത്തില്ല. വിവരമുള്ള ആരും കൊടുക്കത്തില്ല. ഇത് ഈ വോട്ട് ഇങ്ങനെ വരുന്നവരുടെയൊക്കെ ഒരു വോട്ട് കിട്ടുമെന്ന് കരുതിയാണ് നമ്മുടെ ഈ ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ ഇവർക്ക് താമസിക്കാൻ സൗകര്യം കൊടുത്ത് ആധാർ കാർഡും റേഷൻ കാർഡും ഒക്കെ ഉണ്ടാക്കുന്നത്. ഏതവൻ്റെ വോട്ട് കിട്ടിയാലും വേണ്ടില്ല, ഏതവൻ രാജ്യദ്രോഹി ആയാലും വേണ്ടില്ല, രാജ്യത്തെ വിൽക്കുന്നവനായാലും വേണ്ടില്ല, ഇവർക്കൊക്കെ വേണ്ടത് അവർക്ക് അധികാരത്തിൽ കയറുന്ന അവരുടെ ആ കാലഘട്ടത്തിൽ അവർക്ക് നിലനിൽക്കണം, എല്ലാം കട്ടുമോട്ടിക്കണം. ഇപ്പം ഈ മുർദോയും നമ്മുടെ പിണറായി വിജയനുള്ള സാമ്യത്തെ പറ്റി ട്രംപും കൂടെ കൂടിച്ചേർന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ പിണറായി വിജയൻ. പിണറായി വിജയന് കള്ളക്കടത്തുണ്ട്, സ്വർണം കടത്ത്, നോട്ട് കടത്ത്, ഡോളർ കടത്ത്, അതെവിടെ നിന്നായാലും കടത്തും. ഇനി ഡ്രഗ്സ് കടത്തുന്നത് മാത്രമേ മുർദയെക്കാൾ ഇച്ചിരി കുറവുള്ളൂ. അതും ഈ ഡ്രഗ്സ് കടത്തുകാരുടെയൊക്കെ ഇയാളുടെ ചേലകളാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രഗ്സിനുമായിട്ട് പിടിച്ച് പല സിനിമാ താരങ്ങളെയും പിടിച്ചിട്ടുണ്ട്. SIT രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തെങ്കിലും പുറത്തു വന്നാൽ ഇവരെയൊക്കെ എക്സോണറേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഈ ഷൈൻ ടോം ചാക്കോയും ഒന്നും കുറ്റകൃത്യം ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. കാരണം ഇവരുടെയൊക്കെ പുറകിൽ ഈ പണം പോകുന്നത് ഒറിജിൻ ഓഫ് ഇതെന്ന് പറയുന്നത് ഈ രാഷ്ട്രീയക്കാരാണ്. അത് CPM-ലുള്ളവർ തന്നെയാണ്. അപ്പം ഇതിൻ്റെ കമ്മീഷൻ കിട്ടുന്നുണ്ട്. അപ്പം ഈ മുർദോയുടെ എല്ലാ സ്വഭാവവും ഉള്ള ഒരാളാണ് പിണറായി വിജയൻ. പിന്നെ ഈ ട്രംപിൻ്റെ സ്വഭാവമുണ്ട്. അതായത് എതിരാളികളെ ഒതുക്കുക, പറയുന്ന കേട്ടില്ലല്ലോ. ഇപ്പം ഇവിടെ നോക്ക്, കള്ളക്കേസുകൾ ഉണ്ടാക്കി സർവ്വ എതിരാളികളെയും പിടിക്കുന്നില്ലേ പിണറായി? ഒരു ഷാജസ്കറിയ എന്ന് പറഞ്ഞവനെ രാത്രി വീട്ടിൽ നിന്ന് അത്താഴം കൊണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉടുപ്പ് പോലും ഇടാതെ കള്ളക്കേസിന്റെ പുറത്താണ് പിടിച്ചുകൊണ്ട് പോയത്. അയാൾക്ക് കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടിയിട്ട് ഇപ്പോൾ 3-4 മാസമായി. പിന്നെ ഒരു നടപടി ഉണ്ടായിട്ടില്ലല്ലോ. കള്ളക്കേസ് അല്ലെങ്കിൽ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിക്കുകയില്ല. അപ്പൊ പിണറായി നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് പോലും എതിരാളികളെ നഗ്നമായിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അങ്ങനെയുള്ളപ്പോൾ രാജ്യത്തെ അമേരിക്കക്കാരെ ദ്രോഹിക്കുന്ന, മയക്കുമരുന്ന് കടത്തുന്ന വെനീസ്വേലൻ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടു പോകുന്നതിൽ എന്താ തെറ്റുള്ളത്? മലയാളികൾക്ക് ആർക്കെങ്കിലും അതിനെ കുറ്റം പറയാൻ പറ്റും? പിണറായി വിജയനെ പോലെ ഒരാളെ ടോളറേറ്റ് ചെയ്യുന്ന മലയാളികൾക്ക് ലോകത്താരെവിടെ എന്ത് നടന്നാലും, ഇപ്പം ഹൂത്തീസ് അവിടെ അല്ല ബൊക്കോ ഹറാം ആൾക്കാരെ തലവെട്ടിക്കൊന്നാലും പ്രതികരിക്കാനുള്ള ധാർമ്മിക അവകാശമില്ല. വെച്ചാൽ അതിലും കെട്ട രീതിയിലാണ് സ്വദേശത്ത് നടക്കുന്നത്. ഇപ്പൊ ഈ വെനീസ്വേലൻ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോയത് ഒരു മുസ്ലിം രാജ്യത്ത്, ഇപ്പൊ ഇറാനിലെ ഖമേനിയോ മറ്റേ ആയിരുന്നു എന്തിയേറെ പ്രകടനം നമ്മുടെ കേരളത്തിൽ നടക്കുമായിരുന്നു. കിമ്മികളും ഇമ്മികളും, അതായത് ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും കൂടെ കൂടിയതാണ് ഇമ്മികൾ. എത്ര ഇമ്മികളുടെ പ്രകടനം ഉണ്ടായേനെ ഇവിടെ. ഇപ്പൊ ആരെയും ശബ്ദിക്കുന്നുണ്ട്? ആർക്കും അറിയത്തു പോലുമില്ല. മുർദോ ആരാണെന്നോ വെനിസ്വേല എവിടെയാണെന്നോ ആർക്കും തന്നെ വലിയ വിവരവും ഇല്ല. അപ്പം ഞാൻ പറയുന്നത് ഇതേപോലുള്ള ഭരണാധികാരികളാണ് ലോകത്ത് വേണ്ടത്. അതായത് ആരെയാലും പേടിക്കാൻ ഒരാൾ വേണം. ഇപ്പൊ റഷ്യ ഉക്രൈനിൽ കയറി ആക്രമിച്ചത് എന്തുകൊണ്ടാണ്? അവർക്ക് ആരെയും പേടിയില്ലായിരുന്നു, അതുകൊണ്ട് അവർ ആക്രമിച്ചു അവിടെ. ഇനി ഇത് കഴിഞ്ഞാൽ അയാൾ അവിടുന്ന് കയറി അടുത്ത പോളണ്ട് കയറും. ഇത് ഈ കടന്നു കയറി രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു ഭരണാധികാരിയും ഒരു രാജ്യം പിടിച്ചെടുക്കൊണ്ട് അവിടെ നിന്നിട്ടില്ല. അത് ലോക ചരിത്രം നോക്കിയാൽ മതി. മനുഷ്യന്റെ ഏറ്റവും വലിയ അത്യാഗ്രഹമാണ് അധികാരവും പണവും, പിന്നെ വേറെ മൂന്നാമൊരു സാധനം കൂടെ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ഇത് മൂന്നുമാണ് ഒരു ലഹരി. ഇതിൽ അധികാരമാണ് ഏറ്റവും വലിയ ലഹരി, ബാക്കി എന്തും ഉപേക്ഷിക്കും. അപ്പൊ ഈ അധികാരം കിട്ടിക്കഴിഞ്ഞ് എല്ലാവരും ശക്തനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അടുത്തവനെ ആക്രമിക്കുക. അത് അവരുടെ ആധിപത്യം അവനോടൊപ്പമുള്ളവന്റെ മേൽ സ്ഥാപിക്കാനുള്ള ഒരു വഴിയാണ് അവനെ കീഴടക്കുക എന്നുള്ളത്. അങ്ങനെയാണല്ലോ ജപ്പാൻകാർ കയറിയിട്ട് പേൾ ഹാർബറിൽ ബോംബിട്ട് അമേരിക്ക 2ാം ലോകമഹായുദ്ധത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അമേരിക്ക അവിടെ ആകുമ്പോൾ അവൻ വമ്പനായിട്ട് അങ്ങ് നിൽക്കുക. എന്നാൽ പിന്നെ അവനോടൊന്നും കൊടുത്തേക്കാവുന്നത്. ഇതെല്ലാ ഭരണാധികാരികളുടെയും മനസ്സിലിരിപ്പാണ്. അങ്ങനെ പിണറായി വിജയന് മോദിക്കൊപ്പം എത്താൻ വേണ്ടിയല്ലേ വിദേശ രാജ്യങ്ങളിൽ ഗൾഫിലൊക്കെ എംബസി തുറക്കാനുള്ള അധികാരം വേണമെന്ന് ഒരിക്കൽ പറഞ്ഞായിരുന്നു. കേരളത്തിൻ്റെ ഒരു ബാങ്ക് വേണം, കേരളത്തിൻ്റെ ഒരു വിമാനം വേണം, കേരളത്തിൻ്റെ എംബസി വേണം, അങ്ങനെയെല്ലാം ആയിട്ട് ഇയാൾക്ക് ഒരു രാജ്യത്തലവൻ്റെ
റോൾ അഭിനയിക്കാനുള്ള ആഗ്രഹം. അത് നടക്കാതെ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ മോദി ആയതുകൊണ്ടാണ്. ഇപ്പൊ അമേരിക്കയിൽ മോദി പോയിട്ട് എല്ലാ രാജ്യങ്ങളിലും വിദേശ ആൾക്കാരെ അല്ല ഇന്ത്യക്കാരൊക്കെ പ്രവാസി ഇന്ത്യൻസിന്റെ മീറ്റിംഗ് നടത്താറുണ്ട്. പതിനായിരക്കണക്കിന് പേര്, പതിനായിരക്കണക്കിന് ആൾക്കാർ കൂടിയിട്ട്. നമ്മുടെ പിണറായി അമേരിക്കയിൽ പോയിട്ടൊരു പൊതുസമ്മേളനം നടത്തി. പാവം പിണറായി വിചാരിച്ചില്ല പിണറായി രാജ്യത്തലവൻ അല്ല എന്നുള്ള കാര്യം പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. നല്ല പുള്ളിക്ക് ബോധ്യമില്ലായിരുന്നു. പുള്ളി വിചാരിച്ച അയാൾ മോദിക്കൊപ്പമാണ്. അവസാനം സ്റ്റേജിൽ ഇരിക്കാൻ ഇരുമ്പ് കസേര, അതായത് 50 വർഷം മുമ്പ് നമ്മുടെ വീടുകൾ ഉപയോഗിച്ച ഇരുമ്പ് കസേര കൂട്ട് ഒരു കസേരയുണ്ട്. അതാണ് പിണറായിക്ക് അവിടെ കിട്ടിയത്. അത് പിന്നെ ആ രോഗം അങ്ങ് മാറി. അവിടെ നല്ലൊരു ചികിത്സ കിട്ടിയപ്പോൾ കിട്ടേണ്ടത് കിട്ടാതെ കിടാത്തനടങ്ങിയാലെന്ന് പറഞ്ഞു കേൾക്കുക. പിണറായിക്ക് അവിടെ ഇരുമ്പ് കസേര കിട്ടിയ പിന്നെ ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ പോയാൽ മലയാളികളുടെ സമ്മേളനം നടത്താൻ യാതൊരു മോഹമില്ല. അപ്പൊ പിണറായിക്ക് പോലും ആധിപത്യം സ്ഥാപിച്ച് ഒരു രാജ്യത്തലവൻ എന്നുള്ള ആകണം എന്നുള്ള മോഹമാണ്. അപ്പൊ പിണറായി അമേരിക്ക പ്രസിഡന്റ് ആകുമായിരുന്നു, ഇതൊന്നും ആയിരിക്കില്ലായിരുന്നു കളി. ഇപ്പൊ ട്രംപിന്റെ നിലപാടുകൾ, എല്ലാ കാര്യത്തിലുള്ള നിലപാടുകൾ 100% ശരിയാണ്. അയാള് ഗ്രീൻലാൻഡും പോയി പിടിക്കണം ഞാൻ പറയുന്നത്, കാനഡയും പിടിച്ചടക്കി കൂട്ടണം. അങ്ങനെ അമേരിക്ക റഷ്യക്കൊപ്പമുള്ള ജിയോഗ്രാഫിയിൽ ഒരു വലിയ രാജ്യമായാലേ നമുക്ക് ഭൂമിയിൽ സമാധാനം കിട്ടത്തുള്ളൂ. ഇല്ലേ റഷ്യ കയറി യുക്രൈൻ കയറി യൂറോപ്പ് മുഴുവൻ പിടിക്കാൻ നോക്കും. അപ്പോൾ പേടിപ്പിച്ച് നിർത്തണമെങ്കിൽ നമുക്കും അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു എതിരാളി അപ്പുറത്ത് വേണം. നന്ദി, നമസ്കാരം. മലയാളി വാർത്താ ഹെഡൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വേറിട്ടൊരു കാഴ്ചപ്പാടുകളുമായിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. ഞാൻ ക്യാപ്റ്റൻ ജോയ്, റിട്ടയർഡ്.